അയ്യപ്പേട്ടാ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അയ്യപ്പേട്ടാ, തൃശ്ശൂർ പൂരമാണ് നാളെ. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു പൂരം നടത്തി എന്തൊക്കെയോ സംഭവിച്ചു. അപ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ തെക്കോട്ടിറങ്ങുന്ന സമയത്തായിരുന്നു ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഏതാണ്ട് സർക്കാർ ഈ ഒരു വിഷയത്തിൽ തെക്കോട്ടിറങ്ങേണ്ട അവസ്ഥയായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം മന്ത്രി രാജൻ ഇപ്പോൾ മുഖ്യമന്ത്രി ഏറെ സംരക്ഷിക്കുന്ന പരിപാലിക്കുന്ന ADGP അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിയും കൈയൊഴിഞ്ഞ മട്ടാണ്. എന്താണ് ഇതിൽ സംഭവിക്കുക? അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ പൂരം കഴിഞ്ഞിട്ട് വർഷം ഒന്നാകുന്നു. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ADGP അജിത് കുമാറിനെ എത്രത്തോളം സംരക്ഷിക്കാൻ പറ്റുമോ അത്രയും ഒരു ഭരണാധികാരി സംരക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഒരു വർഷം വരെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാതെ ഈ സർക്കാർ കൂടെ നിർത്തിക്കൊണ്ട് പോയത്. അതുതന്നെയാണ് ഈ ഒരു വർഷമാകുമ്പോൾ ഇതെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇപ്പോൾ പ്രജിത അല്പം മുമ്പ് പറഞ്ഞ പോലെ ഇത് തെക്കോട്ടെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് തൃശ്ശൂരുകാരനായ മന്ത്രി കെ രാജൻ, തൃശ്ശൂരുകാരൻ തന്നെയായിട്ടുള്ള അന്നത്തെ CPIയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാറും, പിന്നെ BJPക്ക് വോട്ട് കിട്ടി സുരേഷ് ഗോപി ജയിക്കാൻ കാരണമായത് ഈ ഒരു കാരണം കൂടെ കൊണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിൽ കോൺഗ്രസ് ഒന്നും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് അതിൽ നിഷ്പക്ഷത കളിക്കുവാണ്. കാര്യം കോൺഗ്രസിന്റെ സ്റ്റാൻഡ് പറഞ്ഞോളൂ. അതായത് കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു അഭിപ്രായവും ഇല്ലാത്ത ഒരു പാർട്ടിയെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതില് ഇങ്ങനെ ഈ 3 പേര്, ഞാനിപ്പോ പറഞ്ഞ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം അന്ന് സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജയത്തിന് ഇതൊരു വലിയ കാരണമായിരുന്നു. രണ്ടാമത് സുനിൽകുമാറിനെ സംബന്ധിച്ച് സുനിയേട്ടനാണ്, തൃശ്ശൂരുകാരുടെ സുനിയേട്ടനാണ്. പിന്നെ രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജൻ തൃശ്ശൂർ തന്നെയുള്ള ഒരു CPIയുടെ നേതാവാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നമ്മളെ ചരിത്രം ഇങ്ങനെ നോക്കുമ്പോൾ CPIക്ക് ഏറ്റവും കൂടുതൽ ആളുള്ള സ്ഥലമാണ് തൃശ്ശൂർ. CPIക്കാർ ഏറ്റവും കൂടുതലുള്ള തൃശ്ശൂരാണ്. കരുണാകരനെ മലർത്തി അടിച്ച സ്ഥലം, VV രാഘവൻ കരുണാകരനെ മലർത്തി അടിച്ചിട്ടുണ്ട്. അതേപോലെ പല കേസുകളും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വർഷം ഈ പറയുന്ന പോലെ ഇത് പിടിച്ചു വെക്കാവുന്ന മാക്സിമം മുഖ്യമന്ത്രി പിടിച്ചു വെച്ചു. പ്രജിത ഓർക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ കേസിന്റെ പീക്ക് പോയിന്റ് നിൽക്കുമ്പോൾ LDF കൺവീനറും LDFന്റെ ഒരു മുന്നണി യോഗം ഉണ്ടായിരുന്നു. ഈ മുന്നണി യോഗത്തിൽ ഈ രാജൻ മിനിസ്റ്റർ, അതായത് ബിനോയ് വിശ്വം, ഇത് മുന്നണി യോഗം വരുമ്പോൾ പിന്നെ അവരുടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി വരും, ചിലപ്പോൾ രാജന് വരാം, മന്ത്രി രാജന് വരാം. മന്ത്രി രാജനാണ് കക്ഷി നേതാവ്, നിയമസഭയിലെ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ കക്ഷി നേതാവ് രാജനാണ്. അപ്പൊ രാജൻ വരും. പിന്നെ അതുപോലെ തന്നെ ജനതാദളിന്റെ പ്രതിനിധി, ഇങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ച് പിന്നെ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കൺവീനറോട് ഇതിന്റെ മേലൊരു തീരുമാനം വേണം എന്ന് കട്ടൻ ഡ്രൈ ആയിട്ട് പറയുമ്പോഴും ഈ പറയുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇന്നും ഒരു CPMന്റെ സെക്രട്ടറി മേലങ്കിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല. അദ്ദേഹം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി മേലങ്കിൽ നിന്ന് അദ്ദേഹം ഇന്നും മാറിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും സെക്രട്ടറിയാണ്. സെക്രട്ടറിയുടെ ഒരു ഷർട്ട്, അദ്ദേഹം സെക്രട്ടറി എന്ന ഷർട്ടാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അന്ന് വരട്ടി പറ്റില്ല, ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഒടുവിൽ മാറ്റി നിർത്തേണ്ടി വന്നു. ഇതിലിപ്പോൾ നമ്മൾ സംസാരത്തിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ അജിത് കുമാറിനെതിരെ രാജൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. കാര്യം അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നൽകിയ പറയാനുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ മൊഴിയിൽ അജിത് കുമാർ സർവത്ര പ്രശ്നങ്ങൾ ഉണ്ടായി. കാര്യം ഇതിന്റെ പ്രശ്നങ്ങളുടെ തുടക്കം തന്നെ ഈ അജിത് കുമാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാജൻ. അതിൽ പറയുന്നുണ്ട്, നമ്മൾ ഇന്നത്തെ മറ്റു വാർത്തകളിൽ പറയുന്നുണ്ട്, വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഇത് ഈ പ്രശ്നങ്ങൾ പിന്നെ തിരുവമ്പാടി വിഭാഗമാണെന്ന് തോന്നുന്നു ഈ മേളത്തിന്റെ പ്രശ്നത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ ഒഫീഷ്യൽ നമ്പറിൽ വിളിച്ചു, കിട്ടിയില്ല. പിന്നീട് അവർ പേഴ്സണൽ നമ്പറിലും വിളിക്കുന്നുണ്ട്. അപ്പൊ ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP ആണ്. ആ പോലീസ് ഓഫീസർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ഗുരുതരമായ പിഴവ് അവിടെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പിണറായി സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിണറായിക്ക് പല താല്പര്യങ്ങളും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് പിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വർഷം, ചേട്ടൻ പറഞ്ഞതുപോലെ നാളത്തേക്ക് കൃത്യം ഒരു വർഷമാണ്. ഈ ഒരു വർഷത്തേക്ക് അവിടെ നിന്നുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറെ സ്ഥലം മാറ്റിയത് ഒഴിച്ചാൽ ബാക്കി ഒരു സംഭവം ഇതിൽ നടന്നിട്ടില്ല. പിന്നെ CPI എന്ന് പറയുമ്പോൾ CPIയുടെ മന്ത്രി കെ രാജൻ, അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ എന്ന് പറയുന്നവരൊക്കെ
പറയുന്നവരൊക്കെയും അവരുടെ കൂടി ഒരു വികാരമാണ് അവർക്ക്. അത് അതെ, അവർക്ക് പാർട്ടി എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ ഒരു വികാരമാണ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. അവിടെയാണ് BJPക്ക് നേട്ടം കൊയ്യാൻ സാധിച്ചത്. എന്നിട്ട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയന് അതിനെതിരെ കൃത്യമായ അതായത് വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് മനസ്സിലാക്കുമ്പോൾ പോലും കൃത്യമായിട്ട് ഒരു നടപടി എടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല. ഇതുവരെ അദ്ദേഹം സംരക്ഷിച്ച് തന്നെ അജിത്തിനെ കൊണ്ടുപോയി. അതെ അതെ. അപ്പോൾ ഇനി ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ LDF യോഗത്തിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി പോലെ ഇരുന്നുകൊണ്ട് ചൂരൽവടി, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ഇരിക്കുന്നത് ചൂരൽവടിയും കൊണ്ടാണ്. ആ ചൂരൽവടി പ്രയോഗം അവിടെ നടത്തി എങ്കിലും രാജൻ, ബിനോയ് വിശ്വം അടങ്ങുന്ന ജനതാദൾ അടങ്ങുന്ന സംഘം പറഞ്ഞതിന് അദ്ദേഹത്തിന് ഈ പറയുന്ന ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലുമൊക്കെ മാറ്റേണ്ടി വന്നു അജിത് കുമാറിനെ. ഇനി ബാക്കി കാര്യങ്ങൾ, അതായത് ഈ ബാക്കി കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേ ഇതിൽ ഒരു നടപടി അത് തൃശ്ശൂർകാർ പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശ്ശൂരുകാരായതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരും, അതായത് മന്ത്രി കെ രാജനും സുനിൽകുമാറും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന് വോട്ട് കിട്ടി, അദ്ദേഹം ജയിച്ചതാണ്. അതെ, 1,00,000-ലധികം വോട്ടിന് അദ്ദേഹം ജയിച്ചതാണ്. അതെ അതെ, ഇതിലൊരു കാരണം കൂടി. അതെ, അതൊരു പ്രധാന കാരണമാണ്. ഇനി മുഖ്യമന്ത്രി ഈ പറയുന്ന പോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ കുപ്പായം അണിഞ്ഞത് കൊണ്ട് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ടും മുന്നേ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില ഡീലുകൾ, ആ ഡീലുകൾ തന്നെയാണ് ADGP ഇതുപോലെ സംരക്ഷിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. കാരണം ഇതുവരെയുള്ള അദ്ദേഹത്തിനെതിരെയുള്ള സകല കേസുകളിലും അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റാണ്. തീർച്ചയായിട്ടും ദർവേഷ് സാഹിബ് നടത്തി കൊടുത്തിട്ടുള്ള സംഭവം പോലും, ആ റിപ്പോർട്ട് പോലും ഒന്ന് പൊടി പിടിക്കാൻ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അതൊന്ന് പൊടി തട്ടിയെടുക്കാൻ പോലും ശ്രമിച്ചില്ല. അതിനെയെല്ലാം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ അറിയാം ഇതിൽ എന്താണ് ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരും ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ വികാരം, ഈ തൃശ്ശൂരുകാരുടെ വികാരം എന്ന് പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും എല്ലാം പ്രതിഫലിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. ഇതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ വോട്ട് ബാങ്ക് ചോർച്ച എന്നുള്ളത്, വോട്ട് ബാങ്ക് തകരും. അതിൽ ജാതി മത ഭേദമന്യേ, ദേശത്തിന്റെ വികാരമായതുകൊണ്ട് തന്നെ ജാതി മത ഭേദമന്യേ CPM-ന് വോട്ട് ചോർച്ച ഉണ്ടാകും. CPM-ന് അതിൽ പേടിക്കാനില്ലാത്തത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നടിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മത്സരിക്കാൻ എപ്പോഴും ഇറങ്ങുന്നത് CPI ആണ്. CPI-യുടെ തലക്കിട്ട് അടി കൊണ്ടാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞാൻ ADGP-യെ സംരക്ഷിക്കുമെന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് എന്നുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒന്നുകൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം. അതായത് എനിക്ക് തോന്നിയത് പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സ്റ്റാൻഡ് ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞു. സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അതായത് പന്ത് ഇദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു, തനിക്കിനി അടിച്ച് പുറത്തു വേണമെങ്കിൽ കളയാം, വേണമെങ്കിൽ ഗോളാക്കാം, താൻ എന്തുവേണോ ചെയ്തോ എന്ന് പറഞ്ഞു. ദെൻ അടുത്ത TP രാമകൃഷ്ണനും പറഞ്ഞു ഈ പറയുന്ന പോലെ അത് സർക്കാരിന്റെ കാര്യമാണെന്ന്. അപ്പോൾ പ്രജിത അല്പം മുമ്പ് സംസാരിച്ച പോലെ തന്നെ ഈ തദ്ദേശ ഇലക്ഷനിൽ വോട്ട് ചോർച്ച ഉണ്ടായാൽ ബഹുമാനപ്പെട്ട നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയ താങ്കളുടെ ഈ ചേർത്ത് നിർത്തൽ കാരണമാണ് വോട്ട് പോയത് എന്ന് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു ഇത് ഇപ്പോഴേ തന്നെ മുൻകൂട്ടി CPM തയ്യാറായി കഴിഞ്ഞു. മുഖ്യമന്ത്രി അത് അറിഞ്ഞും കണ്ടും ചെയ്താൽ മുഖ്യമന്ത്രിക്ക് നല്ലത്.